ശബരിമലയിൽ ആചാരം മുടങ്ങില്ല. ശബരിമല സന്നിധാനത്തെ പരമാധികാരികളായ താഴ്മൺ മഠത്തിന് ഇത് പരീക്ഷണ കാലമാണ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായതോടെ മഠത്തിലെ മുതിർന്ന തന്ത്രിമാരെ വിടാതെ പിന്തുടരുന്ന വിവാദങ്ങളുടെയും നിയമകുരുക്കുകളുടെയും ഞെട്ടിക്കുന്ന കഥകളാണ് വീണ്ടും ചർച്ചയാകുന്നത്. അയ്യപ്പന്റെ പിതൃസ്ഥാനീയർ എന്ന് വിശ്വസിക്കപ്പെടുന്നവർ തന്നെ ദൈവത്തിന്റെ സ്വത്തിൽ കണ്ണുവെച്ചുവെന്ന ആരോപണമാണ് ഭക്തലക്ഷങ്ങളെ വേദനിപ്പിക്കുന്നത്. നിലവിലെ സ്വർണ്ണപാളി മോഷണക്കേസിന് പുറമെ പഴയ കൊടിമരത്തിലെ സ്വർണം പൂശിയ വാജിവാഹനം തന്ത്രി സ്വന്തം മഠത്തിലേക്ക് കടത്തിയെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ്. ക്ഷേത്രത്തിന്റെ പൊതുസ്വത്തായ ഈ കുതിരരൂപം ഹൈദരാബാദിലെ ഒരു വ്യവസായിക്ക് നൽകിയെന്നും വിവാദമായപ്പോൾ ഇത് തന്ത്രിയുടെ വീട്ടിലെത്തിച്ച് മടക്കി നൽകിയെന്നും പറയപ്പെടുന്നു. കേസ് മുറുക്കിയപ്പോൾ ഇത് തിരിച്ചേൽപ്പിക്കാമെന്ന് രാജീവര് അറിയിച്ചെങ്കിലും അന്വേഷണം തീരാതെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. താഴ്മൺ കുടുംബത്തെ പിടിച്ചുലയ്ക്കുന്ന ആദ്യത്തെ സംഭവമല്ല ഇത്. 2006 കണ്ഠരര് മോഹനരെ ശോഭാ ജോണും സംഘവും ചേർന്ന് ലൈംഗികാരോപണത്തിൽ കുടുക്കി ബ്ലാക്ക്മെയിൽ ചെയ്തത് കേരളം മറന്നിട്ടില്ല. അന്ന് തന്ത്രിസ്ഥാനം തിരിച്ചുപിടിക്കാൻ ബോർഡ് പ്രസിഡന്റ് 1 കോടി രൂപ കോഴ വാഗ്ദാനം ചെയ്തുവെന്ന വെളിപ്പെടുത്തൽ കുടുംബത്തിന് വലിയ നാണക്കേടുണ്ടാക്കി. വേദങ്ങളിലും പൂജാവിധികളിലും മോഹനർക്ക് അറിവില്ലെന്ന ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ കണ്ടെത്തലും മഠത്തിന് തിരിച്ചടിയായിരുന്നു. വിവാദങ്ങൾ മൂലം മുതിർന്ന തന്ത്രിമാരായ രാജീവർക്കും മോഹനർക്കും സന്നിധാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ ശബരിമലയുടെ താന്ത്രിക ചുമതലകൾ ഇനി യുവതലമുറയുടെ കൈകളിലേക്ക് മാറുകയാണ്. മോഹനർക്ക് നേരത്തെ തന്നെ വിലക്കുള്ളതിനാൽ മകൻ മഹേഷ് മോഹനറാണ് ഇപ്പോൾ മകരവിളക്ക് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. രാജീവരുടെ കുടുംബത്തിന് ഊഴം വരുമ്പോൾ മകൻ ബ്രഹ്മദത്തൻ ചുമതലകൾ ഏറ്റെടുക്കും. വ്യക്തികൾ ജയിലിലാകുമ്പോഴും അയ്യപ്പന്റെ സന്നിധിയിലെ ആചാരങ്ങൾ മുടങ്ങില്ലെന്ന് ദേവസ്വം ബോർഡ് ഉറപ്പു നൽകുന്നു. എന്നാൽ പാരമ്പര്യമായി കൈമാറി വന്ന പവിത്രമായ പദവികൾ ക്രിമിനൽ കേസുകളിൽ പെട്ട് കളങ്കപ്പെടുന്നത് താഴ്മൺ മഠത്തിന്റെ വിശ്വാസത്തേക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനകൾ പുറത്തുവരുന്നതോടെ കൂടുതൽ രഹസ്യങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാം. താഴ്മൺ മഠത്തിൽ നിലവിലുള്ള മുതിർന്ന തന്ത്രിമാർ 2 പേരും വിവാദങ്ങളുടെ പേരിൽ കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ പിൻതലമുറയിൽപ്പെട്ടവർ പൂർണ്ണ ഉത്തരവാദിത്വത്തിലേക്ക്. കണ്ഠരര് രാജീവരുടെ പിതൃസഹോദര പുത്രനായ കണ്ഠരര് മോഹനര് നേരത്തെ തന്നെ വിവാദങ്ങളിൽപ്പെട്ട് ശബരിമലയിലെ താന്ത്രിക ജോലികളിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ്. മോഹനരുമായി ബന്ധപ്പെട്ട് ഉയർന്ന സ്വഭാവദൂഷ്യ ആരോപണങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതിനു ശേഷം തന്ത്രിയെ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ് താഴ്മൺ മഠത്തിനു കത്ത് നൽകുകയായിരുന്നു. മോഹനരെ ഒഴിവാക്കിയപ്പോൾ വിശ്രമത്തിലായിരുന്ന അച്ഛൻ മഹേശ്വര് എത്തി താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചു. മുത്തച്ഛന്റെ മരണത്തോടെ മോഹനരുടെ മകൻ മഹേഷ് മോഹനരും സ്വതന്ത്രമായി ചുമതലകൾ ഏറ്റെടുത്തു. അച്ഛൻ കൃഷ്ണരുടെ മരണത്തോടെ ദീർഘകാലമായി രാജീവര് ശബരിമലയിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ ചുമതലകൾ നിർവഹിച്ചു വരികയായിരുന്നു. നേരത്തെ 3 വർഷത്തിലൊരിക്കലായിരുന്നു തന്ത്രിമാരുടെ ടേമെങ്കിലും മുതിർന്ന തന്ത്രി കണ്ഠരര് നീലകണ്ഠർക്ക് ആൺമക്കളില്ലാതെ വന്നതോടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവകാശം നഷ്ടമായപ്പോൾ രാജീവരുടെയും മോഹനരുടെയും കുടുംബങ്ങൾ ഓരോ വർഷങ്ങളിലും മാറി മാറി താന്ത്രിക ജോലികൾ ചെയ്തു വരികയാണ്.